ഹായ് എല്ലാവർക്കും ഗ്രേറ്റ് ഓസം ഹാപ്പി മോർണിംഗ്. അഗെയിൻ വി ആർ ബാക്ക് ടു ഗൈഡ് ടോക്ക്. അപ്പോൾ ഇന്നലെ നല്ല വളരെ ഡീപ്പായിട്ടുള്ള റൂമി നൈറ്റെല്ലാം കഴിഞ്ഞ് അറൗണ്ട് എല്ലാ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത്. പക്ഷേ എന്ത് തന്നെ വന്നാലും ജി ടി അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ചില ആളുകൾക്ക് എന്താ പറയുക, സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ് കുടിച്ചിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കൈ വരയ്ക്കണത് പോലെയാണ്. അപ്പോൾ എന്ത് തന്നെ വന്നാലും ജി ടി എങ്ങനെയെങ്കിലുമൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിവേ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. ഇന്നലെ റൂമി നൈറ്റിന് വന്നവരുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇന്നലെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാവ് സമ്മാനിച്ചത് നിങ്ങളാണ്. ഞാനും നിങ്ങളോടൊപ്പം ഗൈഡഡ് ടോക്കുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഗൈഡഡ് വിസ്ഡംസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റിൻഷനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ യാത്രയിലും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചില ടോപ്പിക് കിട്ടാം. ഇപ്പോൾ റിൻഷ തന്നെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വീഡിയോ എടുക്കാനുള്ള റിൻഷയുടെ കോണ്ടന്റ് പലപ്പോഴും വീട്ടിലേക്ക് റൈഡ് ചെയ്ത് പോകുമ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടാറുള്ളത്. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇന്നേക്കുള്ള ഒരു ഇൻസൈറ്റ് പോലെ ഒരു ഇൻറ്റ്യൂഷൻ പോലെ എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ എവിടെയോ ഒരു പോയിന്റിൽ ഇന്നലെ റൂമിനായിട്ടിൽ പറഞ്ഞ ശരിക്കുള്ള പ്രാർത്ഥനയുടെ തുടക്കം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രജപങ്ങളും എല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ചിരിക്കുന്ന പോയിന്റ് മുതലാണ് ശരിക്കുള്ള പ്രാർത്ഥന തുടങ്ങുക എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നിസ്കാരത്തിലാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിലാണ് ശരിക്കുള്ള ഈ പറയുന്ന പ്രാർത്ഥനയുടെ ബ്യൂട്ടി, മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റാന്ന് പറയും. അപ്പം ആ മധുരം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ റൂമിയെ പോലെയുള്ള മിസ്റ്റിക്സൊക്കെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് കുറച്ച് സമയം ധ്യാന നിർഭരമായിട്ട് ശാന്തതയിൽ സൈലൻസിൽ ഇരിക്കുന്നത്. അവർ സൈലൻസിനെ ഏറ്റവും വലിയ പ്രാർത്ഥനയാക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇന്നലെ റൂമി നൈറ്റിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞാൽ അത് ആരാധന തന്നെയാണ്. ഇപ്പം ഈ ഹജ്ജിനൊക്കെ പോവുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ആരാധനയുടെ ഭാഗം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ യാത്ര മുഴുവൻ ആരാധനയാണ്. ആ ഡെസ്റ്റിനേഷനിൽ എത്തലല്ല, ആ യാത്രയിൽ മുഴുവൻ നമ്മൾ ശരിക്കും ആരാധനയിൽ തന്നെയാണ്, ശരിക്കും പ്രാർത്ഥനയിൽ തന്നെയാണ്. പക്ഷെ കല്ലും മുള്ളൊക്കെ താണ്ടി വളരെ പ്രയാസങ്ങളൊക്കെ സഹിച്ച്, ഇന്ന് അത്ര ഉണ്ടാവില്ല, പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ലക്ഷറിയാണ് തീർത്ഥാടനം. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ട്രിപ്പിന് സമാനമാണ്. ഏതായാലും പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ താണ്ടി യാത്രാ ദുരിതങ്ങളും ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ആ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ആ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മളൊന്ന് കാം ആവും, നമ്മളൊന്ന് സൈലൻസിലാകും. ആ പോയിന്റിൽ നിന്നാണ് ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും. ആ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയം, ആ പോസ് വരുന്ന, ആ സൈലൻസ് വരുന്ന, ആ സ്റ്റിൽനെസ് വരുന്ന, ആ കാംനെസ് വരുന്ന സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. അതിലേക്ക് നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ആക്കിയെടുക്കാനുള്ള, സ്ഫുടം ചെയ്തെടുക്കാനുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്ന എല്ലാ അനുഷ്ഠാന ആചാര കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ പറഞ്ഞ വിസ്ഡത്തിൻ്റെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വിസ്ഡം. ഞാൻ ഇത് റിൻഷ ഇന്നലത്തെ ആ ഒരു സംഭവം കോട്ട് ചെയ്തപ്പം എൻ്റെ മൈൻഡിലേക്ക് ഓടി വന്ന ഒരു സംഭവം, എന്തുകൊണ്ടെന്ന് നമുക്ക് പ്രാർത്ഥനയെ ഒരു വിഷയമാക്കി കൂടാ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയെ വിഷയമാക്കാം, അല്ലെങ്കിൽ യാത്രയെ വിഷയമാക്കാം എന്നൊക്കെ പറഞ്ഞാലും ജീവിതം മുഴുവനും ആരാധനക്കുള്ളതാണ്. അപ്പം പ്രാർത്ഥന ഒരു ആരാധന ഫോർമാറ്റ് ആകുന്നു, യാത്ര അതും ആരാധന ഫോർമാറ്റ് ആക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് പോലും നമുക്ക് പ്രാർത്ഥന ആക്കാൻ പറ്റുന്ന കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലും അതിൽ പോലും പ്രാർത്ഥനയുടെ അംശമുണ്ട് എന്നുള്ളതാണ്, ആരാധനയുടെ അംശമുണ്ട്. മനുഷ്യൻ എന്തിന് ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പം ആ ആരാധനാ കർമ്മത്തിൻ്റെ അർത്ഥത്തിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആരാധനയുണ്ട്, ഇളയവരെ സ്നേഹിക്കുന്ന, തലോടുന്ന, ലാളിക്കുന്ന തലത്തിലുള്ള ആരാധനയുണ്ട്, കാരുണ്യം ചൊരിയുന്ന തരത്തിലുള്ള ആരാധനയുണ്ട്. അങ്ങനെ പല പല രീതികളിൽ നമുക്കിവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന വിഷയം, ആ വാക്കിങ്ങനെ കേട്ട സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് ഓടി വരുന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ കണക്റ്റിംഗ് സംഭവമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, പ്രാർത്ഥനയിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രാർത്ഥന അർത്ഥിക്കുന്നിടത്ത് ഒരു അഭ്യർത്ഥനയുണ്ട്. ആ വാക്കിനെ തന്നെ നമുക്കൊന്ന് കീറാം, ഒന്ന് മുറിക്കാം. അപ്പം പ്രാർത്ഥന എന്നിടത്ത് ഒരു അഭ്യർത്ഥന കിടക്കുന്നുണ്ട്. എന്ത് അഭ്യർത്ഥന എന്ന് നോക്കുമ്പോഴാണ് എന്ന വാക്കിനെ വിശദീകരിച്ച ആ ഒരു ശബ്ദത്തെ നമ്മൾ വിശദീകരിച്ചാൽ പ്രാണൻ്റെ അർത്ഥന. നമ്മുടെ പ്രാണൻ
നമ്മുടെ ആത്മാവെന്നോ ഊർജ്ജമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്മളിലൊരു പ്രാണനുണ്ട്. അതിലില്ലാന്ന് ആർക്കും അത് നിഷേധിക്കാൻ പറ്റൂല. കാരണം അതൊരു സത്യമാണ്. കാണാൻ പറ്റാത്ത, എന്നാൽ കാണാതെ വിശ്വസിക്കേണ്ട, അനുഭവിച്ച് വിശ്വസിക്കേണ്ട ഒരു സത്യമാണ്. പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് നമ്മളിൽ കുടികൊള്ളുന്ന, എന്നാൽ പഞ്ച ഇന്ദ്രിയങ്ങളുടെ അനുഭവമായി മാറിയിട്ട് നമ്മൾക്ക് പ്രൂവ് ചെയ്ത് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യമാണ് നമ്മളിലെ പ്രാണൻ എന്ന് പറഞ്ഞത്. പ്രകൃതിയെ ചിലർ വിശേഷിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പ്രകൃതി മുഴുവനും ദൈവത്തിൻ്റെ ഗാർമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ദൈവം അണിഞ്ഞിരിക്കുന്ന, ദൈവത്തിൻ്റെ ഭംഗി അറിയാനുള്ള എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി അറിയാനുള്ള ഒരു ഇൻഡിക്കേഷൻസ് ആണ് ഈ പ്രകൃതി മുഴുവനും, അതിൻ്റെ ഭംഗി മുഴുവനും എന്ന് പറയുമ്പം, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ്റെ അഭ്യർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത് ദൈവത്തിനോട് അങ്ങോട്ട് സംവദിക്കൽ മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. കാരണം പ്രാർത്ഥനയിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്നു, ദൈവം നമുക്ക് ഉത്തരം തരുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പം ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൃഷ്ടാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ ഓരോ വിളിക്കും ഞാൻ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതോ നീ അസ്തജിബിലക്കും, എന്നോട് ചോദിക്കും ഞാൻ ഉത്തരം നൽകും. ഇനി അത് കൂടാതെ തന്നെ നീ നിൻ്റെ കാതുകൊണ്ട് ഈ കാതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ കൂടി നിൻ്റെ ഓരോ ചിന്തകൾക്കും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റെസ്പോണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിൻ്റെ കണ്ട നാളത്തോളം ദൈവം അടുത്തിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാമ്രാജ്യം നിൻ്റെ അകത്തുണ്ട്. നീ എപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനത്തിലാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എപ്പോഴും പരിപാലനത്തിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് നിനക്ക് നിൻ്റെ ബോധം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി നീ അതിലാണ് എന്ന് പറയുമ്പം ആക്ച്വലി പ്രാണൻ്റെ അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന പ്രാർത്ഥനാ തലം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം സദാസമയവും നമ്മളോട് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം നമ്മളോട് ഇങ്ങോട്ട് സദാസമയവും നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഗൈഡൻസ് നമ്മളൊന്ന് കേൾക്കാൻ, നമ്മളൊന്ന് കാണാൻ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ഉള്ളിലെ പ്രാണൻ നമ്മളോട് ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ പ്രാണൻ്റെ ദൈവത്തെ അറിയാനുള്ള, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നിൻ്റെ മനസ്സിനും നിൻ്റെ ശരീരത്തിനും നിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു എന്ന ദൈവത്തിൻ്റെ പ്രണയാഭ്യർത്ഥനയെ മനസ്സിലാക്കിയ നിൻ്റെ പ്രാണൻ നിൻ്റെ ബോധത്തിനോടും നിൻ്റെ ശരീരത്തിനോടും ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അറിയാനുള്ള പ്രാണൻ്റെ പ്രണയ അഭ്യർത്ഥനയുണ്ട്. അതിനെക്കൂടി ചേർത്ത് വേണം നമ്മൾ പ്രാർത്ഥന എന്ന് പറയാൻ. ഓക്കെ, ഈ നിമിഷത്തിൽ പോലും നിങ്ങളുടെ ശ്വാസത്തിലൂടെ, നിങ്ങളുടെ കാഴ്ചയിലൂടെ ഒക്കെ കാഴ്ചയായി മാറിയ, ശ്വാസമായി മാറിയ നിങ്ങളുടെ പ്രാണൻ അത് നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനയായിട്ട്, പ്രാണൻ്റെ അഭ്യർത്ഥനയായിട്ട്. എന്താണ് അതിൻ്റെ അഭ്യർത്ഥന? നോക്കിയേ, നിൻ്റെ കാഴ്ചയും നിൻ്റെ കേൾവിയും നിൻ്റെ ശ്വാസവും ഒക്കെയായി മാറിയിട്ടുള്ള ഞാൻ, എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിൻ്റെ പ്രാണനാണെങ്കിൽ ഈ പ്രാണനാകുന്ന എനിക്കൊരു നാഥനുണ്ട്, പ്രാണനാഥൻ. ചിലർ പാട്ടിലൊക്കെ പ്രാണനായക എന്നൊക്കെ പാടാറുണ്ട്. പ്രാണൻ്റെ നായകൻ, പ്രാണൻ്റെ നേതാവ്, പ്രാണൻ്റെ നാഥൻ. അപ്പം നമ്മുടെ ഈ പ്രാണൻ സദാസമയവും ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാണൻ്റെ അഭ്യർത്ഥന എന്താന്ന് കേൾക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ ശാന്തമാക്കണം. നമ്മുടെ ഈ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ പലതിലേക്കും കൊണ്ടുപോകുമ്പോൾ, ആകർഷിച്ച് കൊണ്ടുപോകുമ്പം അതിൽ നിന്നൊക്കെ ഒന്ന് ഓഫായിട്ട് എൻ്റെ പ്രാണൻ എന്നോട് എന്താണ് സംസാരിക്കേണ്ടത് അത് കേൾക്കുമ്പം ഞാൻ ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ പ്രാണൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറായി ഞാനിരിക്കുമ്പം സംഭവിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് റൂമിയൊക്കെ പഠിപ്പിച്ച സൈലൻസ് ആണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്ക് പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് അങ്ങോട്ടുള്ള അഭ്യർത്ഥനയായിട്ടാണ്. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒന്നും പറയാതെ തന്നെ നാളെയും മറ്റന്നാളും എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന, നമ്മൾക്ക് അറിയുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ഗാർഡിയൻ, ഒരു രക്ഷിതാവ് ഉണ്ടായിട്ട് ആ രക്ഷിതാവിനോട് അങ്ങോട്ട് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ആ ചോദിക്കുന്നതിൽ പോലും ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോയി അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പ്രാർത്ഥനയെ കാണാറുള്ളത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ രക്ഷിതാവിന് ഇങ്ങോട്ട് എന്ത് പറയാനുണ്ട്, എൻ്റെ രക്ഷിതാവ് എന്താണ്, ഏത് രീതിയിലാണ് എന്നെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നതറിയാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രാണൻ്റെ അഭ്യർത്ഥനയെ കേൾക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സകല ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയും ബോധത്തിനെയും ഒക്കെ പ്രാണനെ കേൾക്കാനായിട്ട്, പ്രാണനിലൂടെ വന്നിരിക്കുന്ന പ്രാണനാഥൻ്റെ നാദത്തെ കേൾക്കാനായിട്ട് എപ്പോഴാണോ സുജൂദിലായിട്ട് സമർപ്പിക്കുന്നത്
ആ സമയത്ത് ഒരാൾക്ക് സൈലൻ്റ് ആവലല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പം എന്തുകൊണ്ടാണ് സൈലൻസ് ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മാറാനുള്ള കാരണം? കാരണം ആ പോയിന്റിലാണ് നമ്മൾ ഇങ്ങോട്ട് കേൾക്കുന്നത്. ഈ ചിലയിടങ്ങളിൽ പറയാറുണ്ട് പ്രാർത്ഥനയുടെ 2 ഫോർമാറ്റ്. ഒന്ന്, ദൈവത്തിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പല ഫോർമാറ്റുകളുണ്ട്. ഇപ്പോൾ നമസ്കാരം പോലെ, അതുപോലെ തന്നെ നമ്മൾ മറ്റ് സമയങ്ങളിൽ ഇരുന്ന് കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലെ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ, ഇതൊക്കെ ദൈവത്തോട് അങ്ങോട്ടുള്ള സംസാരമാണ്. എന്നാൽ ധ്യാനം എന്നത് ദൈവം ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്ന അവസ്ഥയാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് പോലെ തന്നെ, അങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് എന്താണ് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാനുള്ളത്, അതിനെ കേട്ടിരിക്കലാണ് ധ്യാനം. അപ്പം ധ്യാനം എന്നത് ഉയർന്ന തലത്തിലുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾ, അത് ചോദ്യമായിട്ട് ഉരുവിടാതെ തന്നെ ഞാൻ ചോദിക്കുന്ന ലാംഗ്വേജ് എൻ്റെ ഭാഷയിൽ ഉപയോഗിച്ച് ഞാൻ ചോദിക്കേണ്ടതിന് മുന്നേ തന്നെ എൻ്റെ നീഡിനെ, എൻ്റെ വില്ലിനെ, എൻ്റെ മനസ്സിൽ വില്ലായിട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആ ആഗ്രഹത്തെ മനസ്സിൽ സ്ഥാപിച്ചവൻ, ആ സ്ഥാപിച്ചവൻ തന്നെ അതെങ്ങനെ നടത്തിയെടുക്കണം കൂടി പറയാൻ വേണ്ടി നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുമ്പോഴേക്ക് ആ ആഗ്രഹം ഇനി എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, അത് നടത്തിത്തരണേ, അത് നടത്തിത്തരണേ, അതിന് വഴി കാണിക്കണമെന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ആഗ്രഹം ഇട്ടവൻ തന്നെ ആഗ്രഹം നടത്താനുള്ള വഴി കൂടി പറയുന്നുണ്ട്. ആഗ്രഹം വന്നതോടുകൂടി നമ്മൾ ആഗ്രഹത്തിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മൾ ആഗ്രഹം നടത്തി കിട്ടാനുള്ള പ്രാർത്ഥനയിലേക്ക് പോകും. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആഗ്രഹിപ്പിക്കുന്നവൻ ചിന്തിപ്പിക്കുന്നവൻ അവനാണെങ്കിൽ ആരാണോ ഇതുവരെ ആഗ്രഹം ഇട്ട് തന്ന് നയിച്ചത് അവൻ തന്നെ ഇനിയും മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ ആഗ്രഹത്തെ ഞാൻ കേട്ടത് കൊണ്ടല്ലേ അതെൻ്റെ ആഗ്രഹമായി വന്നത്. നമ്മുടെ മനസ്സിലൂടെ പലതും കടന്നു, എല്ലാം സ്ട്രൈക്ക് ചെയ്യില്ലല്ലോ. ഈ ആഗ്രഹത്തെ ഞാൻ കേട്ടു, എവിടോ കൊണ്ടു, അപ്പം അതുകൊണ്ട് എനിക്കത് നടത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നും, ആ കേൾക്കുന്നതിൽ കാണിച്ച അച്ചടക്കമില്ലേ, സമർപ്പണ ബോധമില്ലേ, അത് കേൾക്കാൻ കാണിച്ച ഒരു മനസ്സില്ലേ, അതേ മനസ്സ് തന്നെ നിലനിർത്തുക. അപ്പം അതിൻ്റെ ബാക്കിയും നമ്മൾക്ക് കേൾക്കാം. ഇതെങ്ങനെ നടത്തിയെടുക്കാം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആരാണോ ആഗ്രഹം ഇട്ട് തന്നവൻ അവൻ തന്നെ അത് നടത്തി തരാനും അറിയുമെങ്കിൽ അതെങ്ങനെ നടത്തണമെന്ന് അവൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചോദിക്കാതെ തന്നെ. അത് കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശാന്തരാകണം, നമ്മൾ സൈലൻസിലാകണം. അപ്പോൾ പ്രാണന്റെ അഭ്യർത്ഥന എന്താണ് എന്ന് കേൾക്കാൻ, പ്രാണനെ കേൾക്കാൻ ഇരുന്നു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ സംസാരങ്ങളില്ല. മുന്നേയുള്ള പല സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ചില സമയത്ത് കുറേ കാര്യങ്ങൾ സൃഷ്ടാവിനോട് പറയണമെന്ന് ലിസ്റ്റൊക്കെ എഴുതി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആ അവസ്ഥയിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം നിങ്ങൾ പറയാൻ വന്ന കാര്യം നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ തുറന്ന് വായിക്കുമ്പോൾ മാത്രമല്ല പഠിച്ചവനിക്ക് മനസ്സിലാവണത്, നിങ്ങളത് എഴുതുന്നതിന് മുന്നേ തന്നെ പഠിച്ചവനറിയാം ഇവനിതൊക്കെയാണ് എഴുതാന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ റിയാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആർക്കാണോ അവൻ്റെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റുന്നത്, ആർക്കാണോ അവൻ്റെ പ്രാണന്റെ അഭ്യർത്ഥന കേൾക്കാൻ പറ്റുന്നത്, അങ്ങനെ കേൾക്കാൻ പാകപ്പെട്ടവരൊക്കെ തന്നെ ഒന്നും മിണ്ടാതെ സൈലൻസിൽ സമർപ്പിച്ച് അങ്ങനെ ഇരിക്കലാണ് പതിവ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഇരുത്തങ്ങളുണ്ടോ? പ്രാർത്ഥനയാകുന്ന സൈലൻസിലുള്ള, നിശബ്ദതയിലുള്ള, അടങ്ങിയുള്ള ഇരുത്തങ്ങൾ, ആ ഇരുത്തങ്ങളെയാണ് നമ്മൾ സോളിറ്റ്യൂഡ് എന്ന് പറയാറുള്ളത്. സോളിറ്റ്യൂഡിൽ ഒന്നും ചെയ്യാനില്ല. സോളിറ്റ്യൂഡിൽ നമ്മൾ ആ സൈലൻസിനെ എങ്ങനെ കേൾക്കുക എന്നുള്ളതാണ്. സൈലൻസിൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സോള്, നമ്മുടെ പ്രാണൻ നമ്മളോട് എന്തോ ഇങ്ങനെ അഭ്യർത്ഥിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ പ്രാണൻ നിങ്ങളോട് എന്തൊക്കെയോ അഭ്യർത്ഥിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് നിമിഷത്തിലാണോ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ, ഭാഗ്യം പോലെയൊക്കെ ഏത് നിമിഷത്തിലാണോ ആ സോൾ കമ്മ്യൂണിക്കേഷൻ, സോൾ മെസ്സേജുകൾ കേൾക്കാൻ പാകത്തിന് നമ്മളെ മനസ്സും ചിന്തകളും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് അടങ്ങിപ്പോകുന്നത്, ഒന്ന് സമർപ്പിച്ചു പോകുന്നത്, ഒന്ന് സുജൂതിലായി പോകുന്നത്, ആ സമയത്ത് നമുക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്ക് ഇൻറ്റ്യൂട്ടീവ് തോട്ടുകൾ കിട്ടും, നമുക്ക് ഫ്ലാഷ് തോട്ടുകൾ കിട്ടും, യുറേക്ക മൊമെൻറ്റുകൾ കിട്ടും. ഇത് എവിടുന്നും വന്നു എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നും ആരോ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു കാര്യം ചെയ്യാൻ, ആ ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് കാര്യങ്ങളൊക്കെ, ഉള്ളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ സോളിനെ കേൾക്കുന്നതോടുകൂടി സോള് തന്നെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. അവിടെയാണ് റൂമി പറഞ്ഞത് മൈ സോൾ ഈസ് മൈ ഗൈഡ്. എൻ്റെ ഗൈഡ് എൻ്റെ സോളാണെന്ന് പറയുമ്പം ഗൈഡൻസ് കേട്ട ഒരാൾക്കേ സോളെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഗൈഡാകുന്ന സോള്
നിനക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല എന്ന് റൂമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൈലൻസ്, വേറെ ഒന്നുമില്ല. പക്ഷെ ആ സൈലൻസിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന കുറേ ആൻസറുകളുണ്ട്. അപ്പം ഏറ്റവും രസകരമായിട്ടുള്ള പ്രാണന്റെ അഭ്യർത്ഥനയെ കേട്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അങ്ങനെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? അങ്ങനെ സമയം ചെലവഴിക്കാറുണ്ടോ? നമ്മളെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ ഒക്കെ ആസ്വാദ്യകരമാവാൻ ഇത്തരം പ്രാണനെ കേൾക്കുമാറുള്ള, പ്രാണന്റെ അഭ്യർത്ഥനയെ കേൾക്കുമാറുള്ള അടങ്ങൽ കൊണ്ട് മറ്റുള്ള എല്ലാ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ അനുഷ്ഠാനം പോലെ, ആചാരം പോലെ ചെയ്യുന്ന കാര്യങ്ങളല്ല, നിത്യജീവിതത്തിലെ സർവ്വകാര്യങ്ങളും പ്രാർത്ഥനയാക്കി മാറുന്ന, ആരാധനയായി മാറുന്ന ഒരു അത്ഭുതമുണ്ട്. അത് ഈ പ്രാണന്റെ അഭ്യർത്ഥനയെ കേൾക്കാൻ പാകപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് എല്ലാ കർമ്മങ്ങളെയും ആരാധനയാക്കി മാറ്റുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, സദാസമയവും ദൈവത്തിന് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പറഞ്ഞു, അപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ആരാധന ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഉറക്കത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. ഉറക്കം തന്നെ ആരാധനയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ നീ എന്തിന് ഉറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ഉറക്കത്തിന് നമ്മൾ കൊടുക്കുന്ന മീനിങ് ആണ്. നാളെ ഉണർന്നിട്ട് ദൈവത്തിന് ആരാധന ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർക്ക് സേവനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ മക്കളെ വിളിച്ചെണീക്കണം, വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഭക്ഷണം പാകം ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്യുമ്പം ഇതെല്ലാം ദൈവത്തിൽ നിന്നും റിവാർഡ് കിട്ടുന്ന, ദൈവത്തിൽ നിന്നും ആക്സെപ്റ്റൻസ് കിട്ടുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് ഊർജം വേണമെങ്കിൽ ഞാനൊന്ന് ഉറങ്ങിയേ പറ്റൂ. അപ്പം അതിന് ഊർജം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറക്കം, ആ ഉറക്കം തന്നെ ആരാധനയായി മാറി. നീ എന്തിനു ഉറങ്ങി എന്ന് ചോദിക്കുമ്പം ഉണരാൻ വേണ്ടിയിട്ടാണ്. എന്തിനു ഉണർന്നു എന്ന് ചോദിക്കുമ്പം മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ എങ്ങനെ ഉണർത്തി എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട്, ഭക്ഷണം കൊടുത്തുകൊണ്ട്, ഒന്ന് തലോടിക്കൊണ്ട്, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നല്ല മോശമായതൊന്നും പറയാതെ മിണ്ടാതെ ഇരുന്നു കൊണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചൊരിഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ അവരെ ഉണർത്തി. ആ ഉണർത്തലിൽ എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയൊക്കെ ദൈവികമായ സ്മരണയെ എന്നിലൂടെ സ്മരിപ്പിക്കുക, ഇത്ര മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ആ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പം റൂമിയുടെ ഗുരു തെബ്രീസിയോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ആരാധനയായിട്ട് നിങ്ങൾക്ക് എന്താ പരിചയപ്പെടുത്താറുള്ളത്? തെബ്രീസി പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ആരാധനയ്ക്ക്, ഓരോ രീതിയിലാണ് ഓരോ ദൈവമായിട്ട് കണക്ട് ചെയ്യണത്. അത് കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കാൻ പോവാതെ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, മറ്റൊരാളുടെ മനസ്സും വേദനിപ്പിക്കുന്നില്ല, മറ്റൊരാൾക്കും പ്രയാസം ഉണ്ടാക്കുന്നില്ല. നിന്റെ ആരാധനാ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്നില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവരുടെ ഉറക്കം പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് നീ എന്ത് ചെയ്താലും അതെന്താണ്, അത് ഏറ്റവും നല്ല ആരാധന തന്നെയാണ്. ഒരു മനുഷ്യ മനസ്സ് പോലും നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തുമാർ അവരെ മനസ്സിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാക്കിക്കൊണ്ട് നീ ദൈവത്തോട് ചോദിച്ചാൽ, ഭൂമിയിലുള്ളവരോടുള്ള കാരുണ്യം പൂർത്തിയായി നിന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കാരുണ്യമാകുന്നതിലേക്ക് നിനക്ക് ചേരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് നീ ആകെ ചെയ്യുന്നത് മനുഷ്യരോട് സൽസ്വഭാവത്തിൽ, നല്ല ബുദ്ധിയിൽ, നല്ല ചിന്തയിൽ വർത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകരെ അടുത്ത് വന്നിട്ട് അനുചരന്മാരിൽ ഒരാൾ ചോദിച്ചു, എന്താണ് അങ്ങയുടെ റിലീജിയനെ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഹൗ വിൽ യു ഡിഫൈൻ ദിസ് സിസ്റ്റം, ദിസ് കൾച്ചർ, അങ്ങ് കൊണ്ടുവന്ന ഈ സംസ്കാരം, ഈ ജീവിതശൈലി, ഈ പാത, ഈ വെളിച്ചത്തിൻ്റെ പാത, ഇതിനെ ഏറ്റവും ചുരുക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? പണ്ടേ അങ്ങനെയാണ്, ഈ ഗുരുക്കന്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശിഷ്യർക്ക് പല പല രസകരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യോത്തരങ്ങൾ ലോകത്തിനുള്ള മാതൃകകളായിരിക്കും എന്നുള്ളതാണ്. റൂമിയോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കവിതയായിട്ട് പിന്നീട് മാറിയത്. അപ്പോൾ അത് കേവലം ചോദ്യങ്ങളല്ല, അത് യുഗാന്തരങ്ങൾ സഞ്ചരിക്കാനുള്ള പാഠങ്ങളാണ്, മാതൃകകളാണ് എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ചോദിച്ച സമയത്ത് അതിന് ആദ്യത്തെ ഉത്തരമായിട്ട് പ്രവാചകർ ആ അനുചരന് കൊടുത്തത്, ഈ ഒരു സംവിധാനം, ഈ ഒരു പാത, ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ല സംസാരമാണ്, സംസ്കാരത്തിനപ്പുറത്തേക്ക് നല്ല സംസാരമാണ്. അതായത് ആളുകൾക്ക് മുറിവുണ്ടാക്കാതെ, വേദന ഉണ്ടാക്കാതെ, മധുരമൂറുന്ന രീതിയിൽ ആളുകളോട് സംസാരിക്കുക, സംവദിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണിത് മുഴുവൻ. അങ്ങനെയാവുക എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വലിയ വക്താക്കളാകുന്നു, പക്ഷെ നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് വേദനയും മുറിവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഉൾക്കൊണ്ടിട്ടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം നിന്നിലില്ല. നീ ദൈവത്തിനെ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ആളാന്ന് പറയുന്നു, പക്ഷെ ദൈവത്തിൻ്റെ ഭാവം നിന്നിൽ വന്നിട്ടില്ല. പരമകാരുണികനായവനെ വിശ്വസിക്കുന്ന, ഉൾക്കൊള്ളുന്ന, ആ വഴിയിലൂടെ പോകുന്ന നിന്നിലേക്ക് ഒരാൾ അനുഭവിക്കാൻ വേണ്ടി വരുമ്പം അവരുടെ അനുഭവങ്ങളിലൊക്കെ തന്നെ അവർക്ക് വേദനയും മുറിവാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നീ പറയുന്നു നീ ദൈവത്തിൻ്റെ ആളാണെന്ന്, നീ വേദത്തിൻ്റെ ആളാണെന്ന്, പക്ഷെ നിന്റെ സംസാരം ഭേദം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ശമനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, സമാധാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, സന്തോഷം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ, അഫ്ഷുസലാമു ബൈനക്കും, നിങ്ങൾ എല്ലാവർക്കിടയിൽ സമാധാനത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം കാണുന്നവരോടൊക്കെ തന്നെ മറ്റേ അസ്സലാമു അലൈക്കും, നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ, രക്ഷ ഉണ്ടാവട്ടെ എന്ന് പല ആവർത്തി പറയുന്ന നീ പറയുന്നതിനപ്പുറത്തേക്ക് നിന്നിൽ നിന്നും ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഈ സംഹിതയുടെ പരിപൂർണ അർത്ഥത്തിലേക്ക് എത്തിക്കുന്ന, പരിപൂർണതയിലെത്തിക്കുന്ന പ്രധാന അംശം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ആരാധനകൾക്ക് പല പല വഴികളുണ്ട്. ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റാനുള്ള ഒരു സീക്രട്ട് കീ എന്ന് പറഞ്ഞാൽ പ്രാണന്റെ അഭ്യർത്ഥനയെ കേൾക്കുന്ന സമയം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ്, ദിക്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ്. കഴിഞ്ഞതിന് മുന്നേത്തെ ഗൈഡ് ടോക്ക് കൺക്ലൂഡ് ചെയ്തപ്പം എനിക്ക് പാർട്ടിസിപ്പൻറ്റിൻ്റെ പേര് ഓർമ്മയില്ല, ആരോ ഒരാൾ കോട്ട് ചെയ്ത് ഞാൻ കണ്ടു. 1 മണിക്കൂർ സൃഷ്ടാവിനെ സ്മരിച്ചിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് എത്രയോ മാസങ്ങളുടെ, എത്രയോ മണിക്കൂറുകളുടെ ആരാധനയ്ക്ക് സമാനമാണ് എന്ന് പറയാനുള്ള കാരണം ഈ സ്മരിച്ചുകൊണ്ടുള്ള, സൃഷ്ടാവിനെ ഇങ്ങോട്ട് കേട്ടുകൊണ്ടുള്ള ഇരുത്തമുണ്ടല്ലോ, 2 കാത് തന്നത് കൂടുതൽ കേൾക്കാനാണ് എന്ന് പറയുമ്പം നമ്മുടെ ആത്മാവിൻ്റെ അഭ്യർത്ഥന, പ്രാണൻ്റെ വേദന, പ്രാണൻ്റെ റിക്വസ്റ്റ് അത് നമ്മളോടിങ്ങനെ ക്വെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മളോടിങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കേൾക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് മുറിവുകൾ ഉണ്ടാവുന്നത്, അത് നമുക്ക് മുറിവുകൾ ഇട്ട് തരുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഈ അഭ്യർത്ഥന കേട്ടിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ കേട്ടങ്ങിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഇപ്പോൾ കേൾക്കുക? ഈ കാതുകൊണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾ അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നിശബ്ദതയിൽ ശബ്ദിക്കുന്ന, നിശ്ചലതയിൽ ചലിക്കുന്ന എന്തോ ഒരു ഇടം, സ്റ്റിൽനെസ്സിനെ പറ്റി പറഞ്ഞത് കൊണ്ട് കഴിഞ്ഞ GT പറഞ്ഞത് കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇടം അവിടെ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്നും നമുക്ക് വർഷങ്ങളുടെ ആരാധനയ്ക്ക് സമാനമാകുന്ന, മാസങ്ങളുടെ ആരാധനയ്ക്ക് സമാനമാകുന്ന അവസ്ഥ ഉണരുമ്പോൾ ആ ഉണർത്തി വെച്ച് ആ റീചാർജ്, അല്ലെങ്കിൽ ആ ഒരു റീചാർജ് നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ആ കിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ധ്യാനത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്, സ്മരണയെ നമ്മൾ ഉപേക്ഷിക്കരുത്. ഉറങ്ങാൻ പോകുന്നതും ദിക്ർ ചൊല്ലിയിട്ടാണ്, ജപിച്ചുകൊണ്ടാണ്. ഉറങ്ങി എണീക്കുന്നതും ദിക്ർ ചൊല്ലിയിട്ടാണ്, സ്മരിച്ചുകൊണ്ടാണ്. ഭക്ഷണം വായിലേക്ക് വെക്കുന്നതും സ്മരിച്ചുകൊണ്ടാണ്. ഭക്ഷണം പൂർത്തീകരിക്കുന്നതും സ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ തുടക്കത്തിലൊക്കെയുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു, ഇത് ഭംഗിയിൽ പൂർത്തീകരിക്കാൻ അവസരം തന്ന ദൈവത്തിനാകുന്നു സർവസ്തോത്രവും എന്നൊക്കെ നമ്മൾ പല രീതിയിൽ സ്മരിച്ചു തുടങ്ങുന്നു, സ്മരിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് നാവിലൂടെ മാത്രം പോകുന്ന ചെറിയ പ്രതിഭാസങ്ങളായിട്ട്, നമ്മളെ വോക്കൽ എക്സസൈസ് മാത്രമായിട്ട്, നാവിനും ചുണ്ടിനും ഒക്കെയുള്ള ഒരു എക്സസൈസ് ആയിട്ട് മാറുന്നതിന് അപ്പുറത്തേക്ക് സോളിൻ്റെ ആക്ഷൻ, സോളിൻ്റെ ഓപ്പറേഷൻ, സോളിൻ്റെ സന്തോഷം അതിൽ ലയിക്കണമെങ്കിൽ സോളിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ തന്നെ ഇരിക്കണം. ആ ഇരുത്തങ്ങളാണ് ഈ ആരാധനാ കർമ്മങ്ങൾക്ക് ശേഷമുള്ള കുറച്ച് സമയം ആത്മാവിനെ കേൾക്കാനിരിക്കുക, അങ്ങോട്ട് സംസാരിക്കാനല്ല, ആത്മാവിനെ കേൾക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ സന്നിധിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തു പറഞ്ഞോളൂ നമ്മൾ കേട്ടോളാം, ഇത് ഏതവസ്ഥ നമുക്കിഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അതിനേക്കാളും അവരുടെ ആ ഒരു സംസാരം കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കും. എന്തെങ്കിലും എന്നെപ്പറ്റി പറയാനുണ്ടോ, എന്തെങ്കിലും ഇപ്പം മിണ്ടോ, ഒരു അക്ഷരം കിട്ടിയാൽ, ഒരു ശബ്ദം കിട്ടിയാൽ, ആ ക്യൂട്ട് വോയിസിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റിയാൽ അത് സൂപ്പറായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പറയോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ സന്നിധിയിൽ പോയിട്ടിരിക്കുക.
അവിടെ പോയിട്ട് ബ്ലാ 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടും. ഒക്കെ കഴിയുമ്പോൾ പറയും ഞാൻ എന്തൊക്കെയോ വായ കിട്ടിയതൊക്കെ സംസാരിച്ച് മൊത്തത്തിൽ അലമ്പാക്കിയിട്ട് ഞാനൊരു വായാടിയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വായാടിയെ പോലെയാണ് ചില ആൾക്കാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുത്തൊഴുക്കിൽ ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകുന്നുള്ളതാണ്. എല്ലാ മതങ്ങളെടുത്ത് നോക്കിയാലും ശീലിച്ചു പോകുന്ന ശൈലിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം അതിന് ഒരു ബെല്ലും ഉണ്ടായിരിക്കില്ല, ബ്രേക്കും ഉണ്ടായിരിക്കില്ല. അതൊക്കെ ചടങ്ങ് പോലെ ചെയ്ത് തീർന്നതിന് ശേഷമാണ് ശരിക്കും തുടങ്ങുക. പക്ഷേ ഈ ചടങ്ങ് തീർക്കുമ്പോഴത്തേക്ക് ആകെ ചടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് ഇരിക്കാനൊന്നും സമയമില്ല, പിന്നെ എപ്പോഴെങ്കിലും ആവാം എന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ടെന്നുള്ളതാണ്. ചിലർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഈ ധ്യാനത്തിൻ്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പം ഞാൻ കൂടുതൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തത് കുറഞ്ഞു എന്ന്. അത് അനുഷ്ഠാനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ വണ്ണം കൂടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. 10,100 തവണ ദൈവത്തിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടല്ല സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസിൻ്റെ സിംഹാസനം ഞൊടിയിട കൊണ്ട് അത്ഭുത വിദ്യകൾ കാണിച്ചിട്ട് ഒരാൾ ആ സന്നിധിയിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ടെലിപ്പോർട്ട് ചെയ്തിട്ട് എത്തിച്ചത്. അപ്പം എണ്ണം കുറേ കൂടിയത് കൊണ്ടല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞൊടിയിടയിൽ കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ഒരു അത്ഭുത മന്ത്രം ഉരുവിട്ടു, ഇസ്മുൽ ആളം ഉരുവിട്ടു എന്ന് പറയുമ്പോൾ ആ സെക്കൻഡുകളെ കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകളെ കൊണ്ട് ടെലിപ്പോർട്ടേഷൻ പോസിബിൾ ആക്കിയെടുത്ത ഒറ്റ നാമത്തിൻ്റെ, ഒറ്റ ജപത്തിൻ്റെ, ഒറ്റ ഇസ്മിൻ്റെ വണ്ണം കൂടുതലായിരുന്നു, എണ്ണം കുറവായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എണ്ണത്തിൽ കൂട്ടാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇത്ര 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 എന്ന് പറയുമ്പം അതിൽ ഉണ്ടാക്കുന്ന ഒരു അഹങ്കാരമുണ്ട് എന്നുള്ളതാണ്. അപ്പം എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരുണ്ട്. എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാർക്ക് അഹങ്കാരം വളരെ കുറവായിരിക്കും. അവർക്ക് പശ്ചാത്താപ ബോധമായിരിക്കും. കൂടുതലൊന്നും ഇല്ലാലോ എന്നുള്ള ചിന്തയായിരിക്കും. കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരവരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് ഇങ്ങനെ വേദനിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അവർക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ആ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ വണ്ണം കൂടുതലായിരിക്കും. കാരണം അവർ അത്രത്തോളം താഴ്മയിൽ അവർക്ക് കൂടുതലൊന്നും പറ്റുന്നില്ലാലോ എന്നുള്ള ചിന്തയിലാണ്. ഒരാൾ വന്നിട്ട് അവരിഷ്ടപ്പെടുത്തുന്ന, അവരെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു ഗുരുവിനോട് പറയാണ്, ഗുരുവോ എനിക്ക് എല്ലാവരും അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്തൊരു സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കണേ, എനിക്ക് ഇങ്ങനൊന്നും പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യൂ, എനിക്ക് സ്നേഹമില്ലാലോ എന്ന് പറയുമ്പോൾ അത് പറ്റുന്നില്ലാലോ എന്ന് ഓർത്തിട്ടുള്ള നിൻ്റെ ആ ചോദ്യമല്ലേ, ആ ചോദ്യത്തിലുണ്ട് നിൻ്റെ നിഷ്കളങ്കത. നീ നിഷ്കളങ്കമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും സ്നേഹം വളരെ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അവർ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ 110 എക്സ്ട്രീമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ നിൻ്റെ ഉള്ളിൽ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നീ നിഷ്കളങ്കമായിട്ട് കൊതിച്ചില്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട. മറ്റുള്ള പല ആൾക്കാരെക്കാളും കൂടുതൽ നിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിന്നിൽ അതിൻ്റെ അഹങ്കാരവും അഹന്തയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് അതിനെ അങ്ങനെ നിലനിർത്തിയതാണ് എന്നുള്ളതാണ്. പലപ്പോഴും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും നമ്മളിങ്ങനെ അഹങ്കാരം കൊണ്ട് മനസ്സിലാക്കി വെച്ച, സ്പിരിച്വൽ ഈഗോ കൊണ്ട് മനസ്സിലാക്കി വെച്ച, ഞാൻ കുറേ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ അത് ചെയ്തിട്ടുണ്ട്, അതൊന്നും ആയിരിക്കില്ല. നമ്മുടെ കണ്ണിൽ നിന്നും മറയ്ക്കപ്പെട്ടിട്ടുള്ള, നമ്മൾ പോലും അറിയാതെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതൊരു പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചരിത്രത്തിൽ പറയുന്നത് പോലെ ഒരു നായക്ക് വെള്ളം കൊടുത്തു, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തു എന്നൊരൊറ്റ കാരണമായിരിക്കാം. അവിടെ കാറ്റഗറിയോ ബാക്ക്ഗ്രൗണ്ടോ മെമ്പർഷിപ്പ് കാർഡോ ഒന്നും പഠിച്ചവൻ സ്കാൻ ചെയ്യുന്നില്ല. ആ ഒരൊറ്റ ആക്ട് ആയിരിക്കാം. ആ ഒരു ആക്ടിന് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അത് ചെയ്ത ആൾ പോലും അറിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എണ്ണം നമ്മളൊരു പക്ഷേ അഹങ്കാരിയാക്കി മാറ്റും. നീ എത്ര തീർത്തു, നീ എത്ര ചെയ്തു, ഞാൻ ഇത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയും ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സുഖമുണ്ട്. അതൊരു തരത്തിലുള്ള മനോരോഗം കൂടിയാണ് എന്നതാണ്. അതുകൊണ്ടാണ് അറിയുന്ന ആളുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എനിക്കൊന്നും അറിയൂല എന്നുള്ളത്. കാരണം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിറഞ്ഞുപോയി, ഒന്നും അറിയൂല.
ഒന്നും അറിയൂല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ പോകാനുള്ള കാരണം ഒരു ഭംഗിക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ചില ആൾക്കാർ ഉള്ളിൽ ഭയങ്കര ടോ ആവുണ്ടായിരിക്കും, പുറത്തിങ്ങനെ ഭയങ്കര തവാതൂല്, ഞാൻ അങ്ങനെ അല്ലേ, എനിക്കതിന് മാത്രമൊന്നും ഇല്ല, ഉള്ളിൽ ഭയങ്കര സംഭവമായിട്ടുണ്ടായിരിക്കും. അതിലൊരു കാര്യവുമില്ല. നമ്മൾ പൊതുവെ പറഞ്ഞ് ശീലിക്കേണ്ടത് നമ്മളൊന്നുമല്ല എന്നാണല്ലോ. അങ്ങനെ കടം കൊണ്ട ചില കൈൻഡ് ഓഫ് തവാലുകളുണ്ട്, ഹംബിൾനെസ്സുകളുണ്ട്. ആക്ച്വലി അതിൽ നിറയെ അഹന്തയും അഹങ്കാരവുമാണ് നിലനിൽക്കുന്നത്. അതൊരു രോഗമാണ്. നമ്മൾ കാണുന്ന ഇടത്ത് വന്നിട്ടല്ല പിശാച് പ്രവർത്തിക്കുക, നമ്മൾ കാണാത്ത ഇടങ്ങളിൽ വന്നിട്ടാണ് നമ്മളെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, റൂമി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ ദൈവത്തെ നഷ്ടപ്പെട്ടത് അവരുടെ അനുഗ്രഹങ്ങളിലൂടെയാണ്. എന്നാൽ വേറെ കുറേ ആൾക്കാർക്ക് ദൈവത്തെ കയ്യിൽ കിട്ടിയത് അവരുടെ പാപങ്ങൾ കൊണ്ടുമാണ്. അപ്പം അതുകൊണ്ട് പാപങ്ങൾ സംഭവിക്കുന്നവരെ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാനിരിക്കേണ്ട, അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് അഹങ്കരിക്കാതെ നിൽക്കണ്ട. രണ്ടും പരീക്ഷണമാണെന്ന് പറഞ്ഞാൽ എന്ത് പരീക്ഷണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പരിരക്ഷയുമുണ്ട്, അതിനോടൊപ്പം തന്നെ അതിലൊരു പണിഷ്മെൻറ്റിനും സാധ്യതയുണ്ട്. അത് നമ്മളാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രൂപേണ നമ്മളുടെ പ്രാണൻ നമ്മളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും, കുറച്ച് സമയം ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാന്നുള്ളത്. ഇപ്പം ബാച്ച് 2 പ്രീമിയം മെൻറ്ററിങ് തുടങ്ങി. മുന്നിൽ പ്രീമിയം എന്നിട്ടത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഓരോ കോഴ്സിനും ഓരോ പേര്, അത്രേ ഉള്ളൂ. അപ്പോൾ എനിവേ ഈ ബാച്ച് 2 പ്രീമിയം മെൻറ്ററിങ് തുടങ്ങിയപ്പം ഞാൻ അവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഞാൻ പറഞ്ഞത്, തൽക്കാലത്തിന് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമെന്നാണ് ചോദിച്ചത്. മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സൈലൻസ് ആണ് പ്രാക്ടീസ്. ദാറ്റ് മീൻസ് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ, മെഡിറ്റേഷനിൽ എനിക്ക് കണക്ഷൻ കിട്ടിയോ, അങ്ങനത്തെ അതൊക്കെ മൈൻഡിൻ്റെ കൺസേൺസാണ്. ഇതൊക്കെ അടക്കി വെച്ചിട്ട് കിട്ടിയാലും ഇല്ലെങ്കിൽ എന്തായാലും വേണ്ടില്ല, ജസ്റ്റ് ബി ഇൻ സൈലൻസ്, അത്രയാവാം. അതിൻ്റെ മുകളിലൊരു പരാതിയോ പരിഭവമോ അങ്ങനെ കിട്ടിയോ ഇങ്ങനെ കിട്ടിയോ, ഇവർക്ക് ഇത്ര ആയി എനിക്ക് ഇത്ര ആയിട്ടുള്ളല്ലോ, ഇങ്ങനത്തെ കമ്പാരിസൺസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് സൈലൻസിൽ ഇരിക്കാൻ പറ്റുമോ, അതാണ് പരിശീലനം. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ പ്രാണൻ്റെ അഭ്യർത്ഥന നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, ഒന്നുമില്ല. ഓക്കെ, ദൈവത്തിൻ്റെ ദിവ്യ സന്ദേശം ഇരുളിൽ അകപ്പെട്ട മാലോകർക്കിടയിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തെ പറയാനായിട്ട് താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രവാചകരെ അടുത്ത് വന്നിട്ട് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകർ പോലും കൺഫ്യൂസ്ഡ് ആയി നിന്നു, സ്റ്റക്കായിരുന്നു. ഞാൻ എന്താ വായിക്കേണ്ടത്, ഞാൻ എന്താ പറയേണ്ടത്, എവിടുന്നാ വരെ, എങ്ങനെ വരാം, ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വരേണ്ടതൊക്കെ വരേണ്ട സമയത്ത് നിങ്ങളിൽ നിന്നും ഉണർന്നു വരും, ഗൈഡഡ് ആയിട്ട് വരും. അപ്പം അത് എവിടുന്ന് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റൂമി പറഞ്ഞതുപോലെ മൈ സോൾ ഈസ് മൈ ഗൈഡ്. അപ്പം പ്രാർത്ഥനയുടെ തലത്തിൽ സോൾ ഗൈഡൻസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾ ഗൈഡൻസ് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി, പക്ഷേ അടങ്ങുക എന്നത്, പ്രാണൻ്റെ അഭ്യർത്ഥന കേൾക്കുക എന്നത് ഒരു നീഡാണ്. അതുകൊണ്ടാണ് വേദനകൾ വന്ന് നിങ്ങളെ പുണരുന്ന സമയത്ത് റൂമി പറയുന്നുണ്ട്, നിങ്ങൾ ആ വേദനയെ തല്ലിക്കെടുത്താതെ, വേദനകളെ ആട്ടി ഓടിക്കാതെ, സിറ്റ് വിത്ത് ഇറ്റ്, ആ വേദനയുമായിട്ട് നിങ്ങൾ ഇരിക്കുക. കാരണം പെയിൻ ഈസ് എ മെസ്സഞ്ചർ. വേദന നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആ വേദന ശാരീരികമായ വേദനയാകാം, ദാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലുള്ള വേദനയാകാം, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടുള്ളതാകാം, സാമൂഹികമായിട്ടുള്ളതാകാം. ഏത് തരത്തിലും നമുക്കൊരു വേദന സംഭവിക്കാം. ആ വേദന നിന്നിലെത്തുന്ന സമയത്ത് അതിനെ തല്ലിക്കെടുത്തല്ലേ. എന്തുകൊണ്ട്, ഒരു കാര്യം കൂടി റൂമി പറഞ്ഞിട്ടുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറയുന്നുണ്ട്, റൂമി പറയുന്നുണ്ട്, വേദനയെ നീ തല്ലിക്കെടുത്തണ്ട, വേദനയിൽ നിന്ന് ഓടിക്കളണ്ട. ആ വേദന, ആ പെയിൻ ആയിരിക്കാം ഒരു പക്ഷേ നീയും ദൈവവും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള അവസാനത്തെ കണ്ണി. ആ വേദന കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീയും ദൈവം തമ്മിൽ വല്ലാണ്ട് ഡിസ്കണക്റ്റഡ് ആയി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പെയിന് നിന്നെ ഡിവൈൻ റെലവുമായിട്ട് കണക്ട് ചെയ്യുന്ന ചാനലാണ്. അതുകൊണ്ട് സിറ്റ് വിത്ത് ദ പെയിൻ, നീ ആ വേദനയുമായിട്ടിരിക്കുക. ആ വേദന ആദ്യം ഭൗതിക തലത്തിലാണ് നീ കണക്ട് ചെയ്യുക. എൻ്റെ നിത്യജീവിതത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നു, എൻ്റെ ദൈനംദിന ജീവിതത്തിനെ ഇതെങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 കൈയും കാലും ഒക്കെ ഇല്ലാത്ത ആളുകളെ നമ്മളിങ്ങനെ മാറി നോക്കുമ്പം ശരിക്ക് നമ്മുടെ ഉള്ളിലെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഡിസേബിൾഡ് എന്ന് പറയും. ഇന്ന് മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ പറയാൻ പാടില്ല, എന്തുകൊണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ്, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഡിസേബിൾഡ് ആണ് എന്നൊരു കണ്ണിലൂടെ ആയിരിക്കും പലരും കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും
അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന രീതിയിൽ തന്നെ 2 കൈയും കാലും ഇല്ലാത്ത ഒരാളെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് അവർക്ക് കുറച്ച് കുറവുകളുണ്ട്. നിത്യജീവിതത്തിലെ, ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രയാസമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. പക്ഷേ അവർ ആ അവസ്ഥയിൽ തന്നെ ജനിച്ച് വീണത് കൊണ്ടും നമ്മളുടെ ഭാഗത്തുനിന്ന് അവരുടെ കുറവുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ കുറച്ച് പേര് ചെന്നിട്ട് സാരല്ല മോനെ ഒക്കെ ശരിയായിക്കോളും പടച്ചവൻ്റെ വിധി അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇവർക്ക് ഇതൊരു പരിമിതിയാണെന്ന് തോന്നുന്നത്. അവർ ഓൾറെഡി ജനിച്ച് വീണത് അങ്ങനെ ആയതുകൊണ്ട് ആ ശൈലിയിൽ തന്നെ ഈ ലോകത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മെൻ്റൽ സ്റ്റേറ്റ് അവർക്കുണ്ട്. അപ്പോൾ നമുക്കും ഉണ്ട്. നമ്മുടെ കണ്ണ് ഒന്ന് ഓഫായി കഴിഞ്ഞാൽ കണ്ണ് ഓഫായി അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് പൊരുത്തപ്പെട്ടിട്ട് കാഴ്ചയില്ലെങ്കിൽ കൂടി അതിസുന്ദരമായിട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ട്. നമ്മുടെ മനസ്സിനത് പറ്റും. കാരണം അത്രക്കും അഡാപ്റ്റബിൾ ആണ് നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ. നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ 2 ദിവസത്തെ തണുപ്പ് അറിയുള്ളൂ. പിന്നെ നമ്മളെ ശരീരം തന്നെ അതായിട്ട് അഡാപ്റ്റബിൾ ആകും. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എവിടെ കൊണ്ടിട്ടാലും അവിടുത്തെ സോൾ ആവാൻ പാകത്തിന് നമുക്ക് പറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു 2 കൈയും കാലും ഇല്ലാത്തൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇവനിൽ കുറവുണ്ടെന്ന് അവൻ കണ്ടിട്ടില്ല, അവൻ അതൊരു കുറവായിട്ട് തോന്നുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവനെ കുറവാക്കി കാണുന്നത് കൊണ്ട് നമ്മളെല്ലാവരും കൂടി ചെന്നിട്ട് അനുഗ്രഹിക്കുന്നതിൻ്റെ, ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദയനീയ മുഖഭാവം വെച്ചുകൊണ്ട് ഒരു സാധനം പകരും. സാരമില്ല, വിധിയാണ്, പടച്ചവൻ പോണോടത്ത് എന്തെങ്കിലും ഹൈർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്നേഹ ആശീർവാദങ്ങൾ, പ്രാർത്ഥനകൾ ഇങ്ങനെ കൊടുക്കുന്ന പോയിന്റ് മുതലാണ് ഇവനും ചിന്തിച്ചു പോകുന്നത് എന്ത്, എനിക്ക് എന്തൊക്കെയോ കുറവുണ്ട്, അപ്പം എനിക്ക് പലതും ചെയ്യാൻ പറ്റൂല, എനിക്ക് പലതും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ഈ ഒരു ചിന്ത കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് അവനത് ബാധിക്കണത്. എന്നാൽ ഇതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ടു ആയിട്ടുള്ള ഒരാൾക്ക് മറ്റുള്ളവർ 2 കാല് കൊണ്ട് നടന്നു പോകുമ്പോൾ ഇവർ ഓൾറെഡി അവരുടേതായ രീതിയിൽ നടന്ന് ശീലിച്ചത് കൊണ്ട് ഈ 2 കാലുള്ള ആൾ നടക്കുന്നത് എങ്ങനെയാണോ ആ അവസ്ഥ എന്താണ് ഇവനെ ബാധിക്കുന്നില്ല. ഇവന് ഓൾറെഡി ഒരു ട്രെയിൻഡ് മോഡുണ്ട്, അവൻ അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ പോയിട്ട് ചൊറിയുന്ന സമയത്താണ് അവനെ ബാധിക്കാത്തൊരു പ്രശ്നത്തെ നമ്മൾ ബാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ മാരണവും ബാധയൊക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലോകത്തിൽ കൈയും കാലും ഒന്നില്ലെങ്കിൽ കൂടി അവരതുമായിട്ട് അഡാപ്റ്റബിൾ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ജീവിച്ചു പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ പെയിന് എന്നത് ഒരു വിഷയമാകുന്നില്ല. അത് വിഷയമാകുന്നത് ഇപ്പോൾ വെച്ചാൽ അവർ ഏത് കണ്ണിലൂടെ നോക്കുന്നു അതാണ് അവർക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദനിക്കുന്ന പല ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു വേദന എന്ന് പറഞ്ഞാൽ അവരെ ബാധിച്ച വിഷയത്തെക്കാൾ കൂടുതൽ പുറത്തുനിന്നും ബാധയേറ്റ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ കണ്ണിലൂടെ ഒരു സിമ്പതിയോട് കൂടിയുള്ള നോട്ടം ആരും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർഫൺസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓർഫണാണ് എന്നൊരു കണ്ണ്, അപ്പം നമ്മളെന്തോ കുഴപ്പക്കാരല്ലേ, നമുക്കെന്തോ കുറവുണ്ട്. ഈ നോട്ടമാണ് പ്രശ്നം. ഈ കണ്ണ് വെക്കലാണ് ഏറ്റവും വലിയ ഈവിളായി എന്നാണ് ഞാൻ പറയാറുള്ളത്. അല്ലാണ്ട് മറ്റു തരത്തിലുള്ള കണ്ണേറ് ബാധിക്കുന്നു അതൊക്കെ വേറൊരല്ല. അത് മാറ്റിച്ചിട്ട് ഏറ്റവും ക്രൂരമായ കണ്ണ് വെക്കൽ എന്ന് പറഞ്ഞാൽ ഇജാതി നോട്ടമാണ്. അങ്ങനെ ഒരാളിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. നോക്കുന്ന സമയത്ത് കുറവുകളുള്ളവരെ കാണുമ്പോൾ പോലും കുറവുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ആത്മാവ്, അത് പരിപൂർണതയിലുള്ളതാണ്. ആ ആത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൈയും കാലുമൊക്കെ ഉള്ള ആൾക്കാരെക്കാളും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ലൈഫ് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ലക്ഷൂറിയസ് ആയിട്ട് തന്നെ ലൈഫിനെ ആസ്വദിക്കാൻ പറ്റും. ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും, കൈയും കാലൊന്നും ഇല്ലാത്ത ഇവർക്കുള്ള സന്തോഷം പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ, ഇവർ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണ പോലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരിലൂടെ ദൈവം വലിയൊരു പാഠം നമുക്ക് കാണിച്ചു തരാണ്. കൈയും കാലും ഒന്നുണ്ടെന്ന് കരുതിയിട്ട് നീ അഹങ്കരിക്കാൻ വേണ്ടി നിൽക്കണ്ട. ജീവിതം ആസ്വാദ്യകരമാക്കാൻ ഇതൊന്നും ഇല്ലെങ്കിലും പോസിബിൾ ആവും. കൈയിനും കാലിനും ഒക്കെ അപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. ഇന്നലെ എനിക്ക് പേര് ഓർമ്മയില്ല, പാർട്ടിസിപ്പൻറ്റ് റുബിനായിട്ട് കയറ്റിയപ്പോൾ എൻ്റെ ഒരു പാർട്ടിസിപ്പൻറ്റ് വന്നിട്ട് ഒരു പാർട്ടിസിപ്പൻറ്റ് എന്നോട് പറഞ്ഞു, ഐ തിങ്ക് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ ഒരു കുട്ടിയുടെ ഒരു പുസ്തകം എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞ ആൾ ഓട്ടിസ്റ്റിക് ആണെന്നായിട്ട് എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ആ പുസ്തകം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ബുക്ക് പ്രകാശനത്തിന് ഇട്ട് ആൾ ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, പക്ഷേ ആൾ നല്ല രസകരമായിട്ട് എഴുതും. അപ്പോൾ ആ എഴുത്ത് ഒരു പുസ്തകമാക്കി മാറ്റാൻ നമ്മൾ സഹായിച്ചു. ഫിലിം ഡയറക്ടേഴ്സൊക്കെ ആയിട്ടുള്ള പല ആൾക്കാരും വെക്കുന്നത് പ്രകാശനമൊക്കെ ചെയ്ത് എന്ന് പറയുമ്പം ആ വരികൾ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ വരികളിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോലും നാണിച്ചു പോകും. കാരണം ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കായിരിക്കും ശരിക്കും ഡിസെബിലിറ്റി ഉള്ളത്, എബിലിറ്റി കുറവ്. കാരണം അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണായി പോകുന്ന ശരീരത്തിലല്ല, ഇത് സത്യമല്ലാതെ മിഥ്യയായി കുറച്ച് സമയത്തേക്ക് നിൽക്കുന്ന മനസ്സിലുമല്ല. അതൊക്കെ ഇത്തരം ആളുകളിലൂടെ ലോകത്തിനുള്ള മെസ്സേജുകൾ തരാണ്.
ആ മെസ്സേജുകൾ കൊടുക്കുന്നതിൽ അവർ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഭ്രാന്തന്മാരും ഈ ലോകത്തിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അവർക്കൊക്കെ നമ്മളെ കണ്ണിലാണ് ദൈവം എന്തായിരിക്കും അവരങ്ങനെ ആക്കിയത്. വേറെ ഒരു തരം ഒരു അസുഖമുണ്ട്, വല്ലാത്തൊരു മനോരോഗം. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരാളുടെ മനസ്സും വേദനിപ്പിക്കരുത് എന്ന് പറയുമ്പം അവരെ മനസ്സിലേക്ക് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകൾ കടന്നു പോയാൽ തന്നെ തീർന്നു. ചില ആൾക്കാരുണ്ട് ആ കുട്ടികൾ അങ്ങനെ ആയത് അല്ലെങ്കിൽ അവരിങ്ങനെ ആയത് അവരുടെ മുജ്ജന്മത്തിലുള്ള വേറെ ആരോ ചെയ്ത ഇതായിരിക്കും. ഈ ഒരു കാര്യം പറഞ്ഞതോടു കൂടിയിട്ട് എത്ര പേർക്ക് അറിയോ ദൈവവിദ്വേഷം ഉണ്ടായത്? അങ്ങനെയാണോ? പഠിച്ചോൻ എന്തിനാ വേറൊരു തലമുറയെ വേദനിപ്പിക്കുന്നത്? പരമകാരുണികൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ ആ കോർണറിലേക്ക് ആക്കി വെച്ചത് സൃഷ്ടാവല്ല, നമ്മളാണ് ചീത്തപ്പേരുണ്ടാക്കിയത്. അതാ പറയുന്നത്, നമ്മൾ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ തന്നെ കരിവാരി തേച്ചുകൊണ്ടിരിക്കാം. അതൊന്നുമല്ല, ഓരോരുത്തരിലും മെസ്സേജ് ഉണ്ട്. നമ്മൾ കാണാത്ത പെർഫെക്ഷൻ ഓരോരുത്തർക്കുള്ളിലുണ്ട്. അതിന് ആത്മാവിൻ്റെ കണ്ണിലൂടെ കാണണം. അപ്പോൾ ഒരു വേദന വരുന്ന സമയത്ത് നമ്മൾ ഭൗതിക തലത്തിലൂടെ നോക്കുമ്പോഴാണ് അത് കുറവുള്ള കുട്ടി, നമ്മൾ കൂടുതലുള്ള കുട്ടി എന്ന രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അത് ഭൗതിക കണ്ണിലൂടെയാണ്. അതിനൊരു തിരുത്തി എഴുത്താണ് റൂമി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞത്. അതിനാ റൂമി പറഞ്ഞത്, ഇത്തരത്തിൽ ഭൗതിക കണ്ണിലൂടെ കാണുന്നതിനപ്പുറത്തേക്ക് അതിഭൗതിക തലത്തിൽ ഇരുന്ന് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളോട് സംവദിക്കാനിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പം അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ കൈയും കാലും ഇല്ലാത്ത കുട്ടി പോലും ഒരു മെസ്സഞ്ചർ ആയിരിക്കും, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, ദൈവം നമുക്ക് ഒരു സൂചന തരുന്ന, അവർ ആ റെപ്രസെൻറ്റേഷനിലായിരിക്കും നിൽക്കണേ. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരെ ഡിഗ്രി നമ്മളെക്കാൾ എത്രയോ മുകളിലായിട്ടിരിക്കുന്നത്. എന്നിട്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെക്കാളും കുറവുണ്ട് എന്ന് പറഞ്ഞ് അവർ ചെയ്ത് കാണിക്കുമ്പം വീണ്ടും ദൈവം നമ്മളെ പുനർവിചിന്തനത്തിന് പറഞ്ഞേക്കാണ്. ചിന്തിക്ക്, നിനക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ശക്തമായ ചോദ്യങ്ങൾ ഇങ്ങോട്ടിട്ട് തന്നുകൊണ്ടിരിക്കുക. ആ ചോദ്യം നമ്മൾ കേൾക്കാതെ, അവരിങ്ങോട്ടിട്ട് തരുന്ന ചോദ്യങ്ങൾ കേൾക്കാതെ നമ്മൾ അങ്ങോട്ട് ഉത്തരങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. സാരമില്ല മോനെ, സബൂറാക്കിക്കാള്, ക്ഷമിച്ചാള്, നിങ്ങൾക്ക് ഈ കുട്ടിനെ കൊണ്ട് പോണോടത്ത് നിങ്ങൾ കഴിച്ചിലായിക്കോളും. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതെന്തോ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു സാധനത്തിനെ തന്നിട്ട് അങ്ങ് എന്തോ ആക്കിയിരിക്കുക, നിങ്ങൾ ഭയങ്കര ദയനീയതയിലാണെന്നാണ് ഇൻഡയറക്റ്റ്ലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഹോം മാസ്റ്ററിൽ ഇത്തരം വിഷയത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചോദ്യം വന്നപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല, സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ. അപ്പോൾ അവിടെയാണ് റൂമി നൽകുന്ന ഏറ്റവും വലിയൊരു തിരുത്തിയെത്ത്. റൂമി പറയുന്നു, ഞാൻ എൻ്റെ മതമായി സ്വീകരിച്ചിരിക്കുന്നത് സ്നേഹത്തെയാണ്. ലവ് ഈസ് മൈ റിലീജിയൻ. എൻ്റെ മതം സ്നേഹമാണ് എന്ന് പറയാനുള്ള കാരണം മൈ ഗോഡ് ഈസ് ലവ്. എൻ്റെ ദൈവം സ്നേഹമാണ്. എൻ്റെ ദൈവം സ്നേഹമാകുമ്പം ആ ദൈവത്തെ പിന്തുടരുന്ന പാതയാണ് മതം. അപ്പോൾ എൻ്റെ മതവും സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം സ്നേഹമാകുമ്പോൾ ദൈവത്തിൻ്റെ വഴി മുഴുവനും സ്നേഹമാണ്. ആ സ്നേഹത്തിലിരുന്നു കൊണ്ട് ഞാൻ ഈ ലോകത്തെ നോക്കി കാണുമ്പം, ഈ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് അതിഭൗതിക തലത്തിൽ സ്നേഹമായവൻ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണുന്ന സമയത്ത് വേദനകൾ എന്നെ വേദനിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വേദനകൾ അതിനോടൊപ്പം ഓരം ചേർന്ന് വേദനയോടൊപ്പം ഇരിക്കാൻ എന്നെ വിളിക്കുന്നു. ഓരോ വേദനയും, ഓരോ വേദനകളും, ഓരോ പെയിനുകളും എന്നെ പുണരുന്ന സമയത്ത് പള്ളിയിൽ നിന്നും കോള് വരുന്നത് പോലെ, വാങ്ങി വിളിക്കുന്നത് പോലെ, സമയമായി ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ, അപ്ഡേറ്റ് ചെയ്യാൻ സമയമായി എന്നുള്ള രീതിയിൽ ഹൃദയമാകുന്ന പള്ളിയിലേക്ക് നിൻ്റെ ആത്മാവ് നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, വാങ്ങി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ആ വാങ്ങുവിളിയാണ് നിന്നിലെ ഇന്നർ കോൾ, ഡിവൈൻ കോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉൾവിളിയിൽ നിന്നും ഉള്ളിലേക്ക് വന്ന് ഉള്ളിലെ പള്ളിയാകുന്ന ഹൃദയത്തിൽ ചെന്നിരുന്ന് ഒന്ന് ഇഅ്തികാഫ് ചെയ്യാൻ, അവിടെ കുറച്ച് സമയം ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇരുത്തത്തിൽ തന്നെ റിവാർഡ്, പള്ളിയിൽ ഇങ്ങനെ കുറേ സമയം ചിലവഴിച്ചാൽ റിവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ പോലെ അവിടെ ഒന്ന് ചെന്നിരിക്കുകയും ആ ഇരിക്കുന്ന സമയത്ത് നിൻ്റെ ആ ഹൃദയമാകുന്ന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത്, ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത്, ആ ഒരു സിനഗോഗിൽ നീ ഇരിക്കുന്ന സമയത്ത് ആ വേദനയോടൊപ്പം ഇരിക്കുമ്പം ആ വേദനയിലൂടെ നിൻ്റെ ആത്മാവ് നിന്നോട് പ്രണയം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ആത്മാവ് എന്ത് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
ആത്മാവിൻ്റെ നാഥൻ്റെ നാദം അത് കൈക്കൊണ്ടുകൊണ്ട് നിന്നെ കൂടി അതിലേക്ക് ചേർക്കാൻ, നിന്നെ കൂടി അതിലാക്കാൻ വേണ്ടിയിട്ട് നിനക്കത് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിനക്കത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രക്കും നല്ലൊരു ആക്റ്റായിരുന്നു ആ പെയിൻ കോളിലൂടെ നിൻ്റെ ആത്മാവ്, നിൻ്റെ പ്രാണൻ ഉദ്ദേശിച്ചത്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് സമാധാനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, സത്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് എത്താനുള്ള വഴിയെ പരിചയപ്പെടുത്തി കൊടുക്കലാണല്ലോ. നിനക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും എത്രയോ ടൈംസ് മീതെയാണ് നന്മയിലാകാനുള്ള വഴിയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് നീ കാരണം ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ, നീ ഒരു കാര്യം പറയുന്നു, അത് സജസ്റ്റ് ചെയ്തു, നീ അത് ചെയ്തില്ല, പക്ഷെ അവർ കാലാകാലം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നിടത്തോളം കാലം നീയും അത് ചെയ്ത പോലെ തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം. സോ സജസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസിങ് സംതിങ് ലൈക്ക് ദിസ്, അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആത്മാവ് അറിഞ്ഞ നാഥൻ്റെ നാദത്തെ നമ്മളോടുള്ള ആത്മാർത്ഥത കാരണം നമ്മുടെ പ്രാണൻ നമ്മൾക്ക് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ച് തരാം, മോനെ നീ ഇതൊന്ന് കേട്ട് നോക്ക്, നീ ഈ സംഗീതം കേട്ടിട്ടില്ലേ, നീ ഈ നാദം കേട്ടിട്ടില്ലേ, ഈ നാഥൻ്റെ നാദത്തിലുള്ള എൻ്റെ പ്രാണനിലുള്ള എൻ്റെ പ്രാണൻ്റെ പ്രാണനായവൻ എന്നിൽ നിറച്ചിരിക്കുന്ന പ്രണയം നിനക്കറിയണ്ടേ? നീ ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? നിന്നെ ഞാൻ പിടിച്ചൊന്ന് കിടത്താണ്, ഞാൻ നിന്നെ പിടിച്ചൊന്ന് ഞെരുക്കാണ്, ഇവിടെ വാ. ഓടിപ്പോകുന്ന കുട്ടിയെ പെട്ടെന്ന് കൈ പിടിച്ച് നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി അമ്മ പിടിക്കുന്ന സമയത്ത് കുട്ടിക്ക് നല്ല വേദനയാവും. കുട്ടി എന്താ പറയുക അറിയോ? അമ്മ എന്നെ വേദനിപ്പിച്ചു എന്നാ. അമ്മ വേദനിപ്പിച്ചതാണോ? അമ്മയുടെ കാരുണ്യമല്ലേ അതിലുള്ളത്, സ്നേഹമല്ല അതിലുള്ളത്, കരുതലല്ലേ അതിലുള്ളത്. കാരണം ഭക്ഷണം കഴിക്കാൻ സമയം അയക്കുന്നു, കുറേ നേരമായാലും എൻ്റെ കുട്ടി ഓടിത്തുടങ്ങിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ, ഒന്ന് ഓഫ് ആവാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ആ കുട്ടിയെ അമ്മ എങ്ങനെ കരുതുന്നുവോ അതുപോലെ തന്നെയാണ് സദാസമയവും ദൈവം നമ്മളെ കരുതുന്നത്. ആ കരുതലിൻ്റെ തലമായിട്ട് നിൻ്റെ പ്രാണൻ നിന്നിൽ പ്രവർത്തിക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിട്ട് മാറും? എന്നോട് തന്നെയായിട്ട് മാറും. എന്നിലെ ആരോടായിട്ട് മാറും? എന്നിലെ പ്രാണനോടായിട്ട് മാറും. അപ്പം നീ എൻ്റെ പ്രാണനാണ് എന്ന് പറയുമ്പം, നീ എൻ്റെ പ്രാണൻ എന്ന് പറയുമ്പം ഞാനാണ് പ്രാണൻ, വേറെ ആരാണ്? എൻ്റെ പ്രാണൻ ആരാ ചോദിച്ചാൽ ഞാൻ തന്നെയാണ് എൻ്റെ പ്രാണൻ, ഞാനാണ് പ്രാണൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പ്രാണനാകുന്ന ഞാൻ അവിടെ നിന്നിട്ട് നീ എൻ്റെ പ്രാണനാണ് എന്ന് പറഞ്ഞെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ അത് നീയാണ് എന്നതല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഈ തലത്തിൽ നമ്മളുടെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ടുള്ള പ്രാർത്ഥന എന്നൊരു തലമുണ്ട്, പ്രാണൻ്റെ പ്രണയ അഭ്യർത്ഥന. അത് കേൾക്കൽ കൂടിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് നിർത്താം. അപ്പോൾ അങ്ങോട്ട് ഉരുവിടലും അങ്ങോട്ട് സംസാരിക്കലും അങ്ങോട്ട് ചോദിക്കൽ മാത്രമല്ല, അടക്കം പാലിക്കുമ്പോഴുണ്ടാകുന്ന, അടങ്ങിയിരിക്കലുണ്ടാകുന്ന, ധ്യാനത്തിലുണ്ടാകുന്ന, ശാന്തതയിലുണ്ടാകുന്ന നമ്മുടെ പ്രാണൻ എന്ത് പറയാനുണ്ട്? ഇപ്പോഴും നിങ്ങളുടെ പ്രാണൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംസാരത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രാണന് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ച് സമയത്തേക്ക് ഞാൻ നിങ്ങളുടെ പ്രാണൻ്റെ കണ്ണാടിയായി ഇരുന്നത് മാത്രമേ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാനായിരിക്കാം നിങ്ങളുടെ പ്രാണൻ. നിങ്ങളുടെ പ്രാണന് പറയാനുള്ളത് എന്തോ അത് എന്നിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ പ്രാണൻ എൻ്റെ പ്രാണനിലൂടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ സത്യമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ പ്രാണശക്തിയാണ്. പ്രാണശക്തിയുടെ ഭാവം എന്താ എന്ന് ചോദിച്ചാൽ പ്രണയമാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. എന്താണ്? സ്നേഹമാണ് അഖില സാരവും എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രണയമാണ് ആ സത്യം. അപ്പം നമ്മൾക്കൊക്കെ സെൽഫ് ലവ് എന്ന് പറയുമ്പം നമ്മളിലെ പ്രാണൻ്റെ അഭ്യർത്ഥന, നമുക്ക് അങ്ങോട്ട് ഒരു യെസ് പറയാതെ ഒരു പെണ്ണ് നമ്മളെ പിറകെ നടക്കുന്നു, ഒരു ചെറുക്കൻ നമ്മളെ പിറകെ ഇങ്ങനെ നടക്കുന്നു, അത് റിജക്റ്റ് ചെയ്ത് പോയാലുള്ള അവസ്ഥ എങ്ങനെയാണ്? നമ്മളെന്നും നമ്മളെ തേച്ചുകൊണ്ടിരിക്കുക. എത്ര തവണ പടച്ചവനെ നമ്മൾ തേച്ചു എന്ന് ചിന്തിച്ചാൽ മതി. ഓരോ സെക്കൻഡിലും നമ്മളുടെ പ്രാണനിലൂടെ ആ അഭ്യർത്ഥനയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എത്ര തവണ അമ്മയെ കേൾക്കാതെ കുഞ്ഞ് മാറിപ്പോകുമ്പോഴും അമ്മയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലാലോ, എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലാലോ. ആ കഴിച്ചിട്ടില്ലാലോ എന്നുള്ള കരുതലിൽ നിന്നും ഒരു പിടുത്തം വന്നപ്പോഴേക്ക് എന്ത്
പിടുത്താണിത്, എന്നെ വേദനിപ്പിച്ചുലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ അമ്മയ്ക്ക് സ്നേഹം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം, പക്ഷെ ആ അമ്മയുടെ ഉള്ളിൽ എത്ര വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പടച്ചവൻ ഒന്ന് പിടിച്ചപ്പം നമ്മളൊന്ന് പെടച്ചു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആ പിടുത്തത്തിൽ നമ്മൾ പെടയ്ക്കാനുള്ള കാരണം പിടിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് പോയി ഒന്ന് ഇരുന്ന് നമ്മൾ കൊടുത്തില്ല. എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് സഭ്യമായിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. അത് ഈ കുഞ്ഞിനെ അറിയില്ല വിശപ്പ് എന്താന്നുള്ള കാര്യം. പക്ഷെ വിശപ്പ് എന്നൊരു സംഭവം ഉണ്ടെന്നും ഈ കുഞ്ഞിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് എന്ന് അമ്മക്കറിയുന്നത് പോലെ ആ അമ്മയുടെ വാത്സല്യത്തോടു കൂടി നിന്റെ പ്രാണനിലൂടെ നിന്റെ പ്രാണനായവൻ പ്രണയബോധത്തിലൂടെ നിന്നെ ഓരോ നിമിഷവും പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അറിയുമ്പോൾ ഇനി ആരെ പ്രപ്പോസലാണ് നിങ്ങൾക്ക് വേണ്ടത്? ആരോ നിങ്ങളെ പരിഗണിച്ചില്ല, ആരോ നിങ്ങളെ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മീതെയായവൻ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ജന്മം തന്നത്. നിങ്ങളെ സ്നേഹിക്കണമെന്ന് സൃഷ്ടാവിന് തോന്നിയത് കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത്, അല്ലാണ്ട് വെറുതെ വിട്ടതല്ല. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങ് ആക്കി വിട്ടതാണ്. അപ്പം എൻ്റെ ജീവൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, എന്നെ സ്നേഹിക്കാനായിട്ട് ഇങ്ങ് വിട്ടിരിക്കുക. അവൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിലും ലാളനയിലുമാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു റോളും ഇല്ല. എൻ്റെ റോൾ എന്താ വെച്ചാൽ അവനിക്ക് എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കുക. സ്നേഹിച്ചു കൊള്ളൂ, എത്ര വേണമെങ്കിലും സ്നേഹിച്ചു കൊള്ളൂ, എത്ര വേണമെങ്കിലും എന്നെ ലാളിച്ചു കൊള്ളൂ എന്ന അവസ്ഥയിൽ പോയി നിന്നുകൊണ്ട് ഞാനിതാ സമർപ്പിക്കുന്നു, എന്നെ സ്നേഹിച്ചു കൊള്ളുക, നിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ എന്നെ ഇട്ട് തന്നിരിക്കുന്നു. നീ സ്നേഹിച്ച് 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 ഞാൻ തിരിച്ച് സ്നേഹിച്ചാൽ ഞാൻ തുള്ളിയാ, നീ കടലാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചെത്ര ഞാൻ സ്നേഹിച്ചാലും എനിക്ക് അതിനോളം എത്താൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ തുള്ളിയാണ്, നീ എന്ന കടൽ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടേ ഇരുന്നോളൂ, ഞാനത് ആസ്വദിക്കട്ടെ എന്ന അവസ്ഥയിൽ ജീവിതമാക്കി കഴിഞ്ഞാൽ ഇവർക്കാണ് ജീവിക്കാനുള്ള ലഹരി കിട്ടുന്നത്. ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ജീവിച്ച് കൊതി തീർന്നില്ല. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് നമുക്ക് കൊതി തീർന്നില്ല അവരുടെ കൂടെ ജീവിച്ചിട്ട്. അത് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒന്നുമല്ല, 5 മിനിറ്റൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഭാവം എന്തായിരിക്കും? അവരുടെ കൂടെ ഇരുന്ന് മതിയായില്ല, അവരുടെ കൂടെ സമയം ചെലവഴിച്ച് ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെ ജീവിച്ച് അറിഞ്ഞ് രസിച്ച് കൊതി തീർന്നിട്ടും ഉണ്ടായിരിക്കില്ല. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജീവിതം അവസാനിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ട് എപ്പോഴും ആ സന്നിധിയിലെ സ്നേഹം ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മരണത്തെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ജീവിച്ച് കൊതി തീർന്നിട്ടുമില്ല, എന്നാൽ മരിക്കാൻ വല്ലാത്ത കൊതിയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ രണ്ടും രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം മരണത്തെ പറ്റിയിട്ടുള്ള പ്രതീക്ഷയുണ്ട്, മരണത്തെ കാത്തിരിക്കുന്നുണ്ട്, എന്നാൽ ജീവിച്ച് മതിയായിട്ടില്ല. രണ്ടും ചേരണം. പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലാണ് സത്യം എന്നൊരു കാര്യം. ഈ രണ്ടവസ്ഥ ഏറ്റവും ആസ്വാദ്യകരമാണ്. അപ്പോൾ പ്രാർത്ഥനയെ നമുക്കൊന്ന് പ്രാണൻ്റെ അഭ്യർത്ഥന കേൾക്കാനുള്ള ഒരു നിമിഷം കൂടിയാക്കി മാറ്റി നോക്കുമ്പോൾ എന്ത് രസമറിയോ? പ്രാർത്ഥിച്ചോ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ എന്താ പറയുക, ചോദിച്ചോന്നാണ്. ചോദിക്കലല്ല പ്രാർത്ഥന, കേൾക്കലാണ് പ്രാർത്ഥന. ഒരാളോട് നീ അങ്ങനെ ആക്കിയില്ല എങ്ങനെ ആക്കിയില്ല ചോദിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് പറയാനുള്ളതൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് നോക്കിയേ, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ ആരാധന എന്നുള്ളത്. ആളുകൾക്ക് ഉപദേശങ്ങളൊന്നുമല്ല ആവശ്യം, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, ഒന്ന് കേട്ടു കൊടുക്കുക. ആ കേൾക്കലിൽ തന്നെ എന്തുണ്ട്? വലിയ അഭ്യർത്ഥനയുണ്ട്, പ്രാർത്ഥനയുടെ തലമുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം ഒന്ന് എനർജൈസ്ഡ് ആയി എന്ന് മനസ്സിലാക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. നെക്സ്റ്റ് വീക്കിൽ ഈ പറഞ്ഞ അഭ്യർത്ഥനയുടെ ഒക്കെ വിശദീകരണവും അതിൻ്റെ ശാസ്ത്രീയ വശവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കെമിസ്ട്രി. അപ്പം ആൽക്കെമിസ്റ്റിനെയും മിസ്റ്റിക്കൽ സയൻസിനെയും സ്പിരിച്വൽ ആൽക്കെമിയെയും ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്ന, സയൻസും സ്പിരിച്വാലിറ്റിയും ഒരുമിക്കുന്ന, സയൻസ് സ്പിരിച്വാലിറ്റിയെ സ്നേഹിക്കുന്ന, സ്പിരിച്വാലിറ്റി സയൻസിനെ പുണരുന്ന ഒരു 1 ഡേ എക്സ്പ്ലോറേഷൻ ജേണിയാണ് അടുത്ത വീക്കിൽ നമ്മുടെ 1 ഡേ ഇവൻറ്റ് ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം പറ്റുന്നവരൊക്കെ വന്നിട്ട് ഒരു കാരണവശാലും മിസ്സാക്കാതെ വന്നിട്ട് എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ശാസ്ത്രത്തോട് നമുക്ക് വല്ലാത്ത സ്നേഹവും തോന്നും. ശാസ്ത്രത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഭൗതിക തലത്തിലുള്ള ഈ ശാസ്ത്രത്തെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദിവ്യ സ്നേഹത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യും. സയൻസിൻ്റെ ഫാനാക്കുന്നതിലൂടെ സൃഷ്ടാവിൻ്റെ ഫാനായി മാറാൻ പറ്റുന്നൊരവസ്ഥ, അതായത് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അന്വേഷണ യാത്രയാണ് ഈ ആൽക്കെമിസ്ട്രിയുടെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് അന്വേഷണത്തിലാണോ വെച്ചാൽ അന്വേഷണത്തിലായിരുന്നു എന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാനൊരു അന്വേഷണത്തിലായിരുന്നു അറിയാം. പണ്ട് അന്വേഷിച്ചിട്ട് ഇറക്കട്ടെ അങ്ങനെയൊന്നുമല്ല, ജീവിതം തന്നെ ഒരു അന്വേഷണത്തിലായിരുന്നു എന്നിങ്ങനെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴാണ് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്.
അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ കഴിഞ്ഞ ലൈഫിലെ കുറേ വർഷങ്ങളെടുത്തിട്ടുള്ള ആ ഒരു യാത്ര എടുത്ത് നോക്കുമ്പോൾ ഞാൻ പോലും അറിയാണ്ട് എന്നെ ആരൊക്കെയോ എന്തൊക്കെയോ അന്വേഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷണ യാത്ര എന്ന് പറയുന്നത് എല്ലാ റെലഫിലൂടെയും പോയിട്ടുണ്ട്. സയൻസിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിലൂടെ പോയിട്ടുണ്ട്. മിസ്റ്റിക്കൽ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ പോയിട്ടുണ്ട്. ഐ ഹാവ് മെറ്റ് ലോട്ട്സ് ഓഫ് മാസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞ കുറേ മെൻറ്റേഴ്സ് ഉണ്ട്, പറയാത്ത കുറേ മെൻറ്റേഴ്സ് ഉണ്ട്, യാദൃച്ഛികമായിട്ട് മെൽഷിഡേക്ക് രാജാവിനെ പോലെ വന്ന് ഭവിച്ച കുറേ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ളവരിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരൊക്കെ ഇട്ട് തന്ന എന്തൊക്കെയോ ചെറിയ ചെറിയ കഷ്ണങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തുന്നി കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോഴാണ് ഈ ട്രഷർ ഹണ്ടിലേക്കുള്ള പാത ഇങ്ങനെ വെട്ടി തുറന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്കത് ആൽക്കെമിസ്റ്റ് സ്റ്റോറിയിലൂടെ കിട്ടിയതുകൊണ്ട് അത് കഥയായി തന്നെ ഞാൻ ആ പസിൽസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പലർക്കും ഡെലിവർ ചെയ്ത് കൊടുത്തത്. ആൽക്കെമിസ്റ്റ് കഴിഞ്ഞിട്ടും മുന്നോട്ട് കുറേ പോയിട്ടുണ്ട്. അപ്പം അതിലൂടെ ഇങ്ങനെ വീണ് കിട്ടിയ ചില ട്രഷേഴ്സൊക്കെ ഉണ്ട്, ചില ചില മൈൽ സ്റ്റോൺ സാധനങ്ങൾ. ഇതൊക്കെ ഒന്ന് തുന്നി ചേർത്ത് നോക്കുമ്പോഴാണ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാല ഉണ്ടാക്കാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അതൊക്കെ ഇനി ചേർത്ത് കോർത്ത് ഇണക്കി വെക്കണം എന്നുള്ള. ഞാൻ ഇത്രയും നേരം സംസാരിക്കുന്നത് അങ്ങനെ വീണ് കിട്ടിയ അനുഭവങ്ങളൊക്കെ തുന്നി കോർത്ത് വെച്ചതാണ്. അപ്പോഴാണ് ഇത്ര രസകരമായിട്ട് നമുക്കിത് കേട്ടിരിക്കാൻ വേണ്ടി തോന്നുന്നത് എന്നുള്ളതാണ്. ഇത് ഷാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മുത്തുകൾ ഇങ്ങനെ തെറിച്ച് കിടക്കുന്നത് പോലെ ഉണ്ടായിരിക്കും. പക്ഷെ മുത്തും മാണിക്യവും ഒന്നായി കോർത്ത് വെച്ച പോലെ അങ്ങനെ കോർത്ത് വെക്കുന്നിടത്താണ് അതിൻ്റെ ബ്യൂട്ടി. ഈ ലോകം മുത്തായി ചിന്നി ചിതറിക്കിടക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ടാണ് അറിവിനെ പറ്റി പറഞ്ഞത് വിശ്വാസികളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, നിലത്ത് വീണുപോയ നിധിയാണ് അറിവ് എന്ന് പറയുന്നത്, ഇൽമു എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിങ്ങനെ പെറുക്കിയെടുക്കണം. അതിങ്ങനെ പെറുക്കി വെച്ചിങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ മധുരം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റാവുന്നതാണ്. അങ്ങനെ വേറൊന്നും പ്രതീക്ഷിക്കാതെ കോർത്ത് കൂട്ടി യോജിപ്പിച്ച് ഇണക്കി നിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന അറിവിനെ ആസ്വദിക്കാൻ വിജ്ഞാന കുതുകികൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ജ്ഞാന കുതുകികളായിട്ടുള്ള ജ്ഞാനത്തിനോട് ആർത്തിയുള്ള ജ്ഞാനാർത്ഥികളായിട്ടുള്ളവർക്കാണ് ആക്ച്വലി ആൽക്കെമിസ്ട്രി എന്നുള്ളൊരു പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പം അതിൽ വരുന്നവർക്ക് നമുക്ക് ഇതേപോലെ ഇന്നത്തെ ഈ ശൈലിയും എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഒഴുകി നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. എനിവേ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. പ്രാണൻ്റെ അഭ്യർത്ഥനയ്ക്ക് ഇനിയെങ്കിലും ഒരു യെസ് പറയൂ പ്ലീസ്. ഇങ്ങനെ തേക്കല്ലേ നിങ്ങളെ തേച്ചാൽ അതിനേക്കാളും വലിയ ക്രൂരത വേറെയില്ല. അതുകൊണ്ടൊരു യെസ് അങ്ങ് പറഞ്ഞേക്കൂ. കുറച്ച് സമയം നിങ്ങളെ കേട്ടിരിക്കുക. എന്താ മോനെ നിനക്ക് പറയാനുള്ളത്, എന്താണ് ഈ വേദനയ്ക്ക് പറയാനുള്ളത്, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പം എല്ലാ യക്ഷികൾക്ക് പിറകിലും നമ്മളെ സമർപ്പണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥ പറയേണ്ടതായിരിക്കും, ഒരു വേദനയുടെ കഥ. അപ്പം നമ്മൾ യക്ഷിയുടെ ഫാനായി മാറും. ഇതേപോലെ തന്നെ എല്ലാ വേദനയ്ക്ക് പിറകിലും ഒരു ലയിപ്പിക്കുന്ന അലിയിപ്പിക്കുന്ന ഒരു കഥ പറയാനുണ്ടായിരിക്കും. ആ കഥയിലായിരിക്കും ശരിക്കും കാമ്പ് കിടക്കുന്നത്. അതിനെ കേൾക്കൂ നിങ്ങൾ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നിങ്ങളുടെ സോൾ നിങ്ങളുടെ ഗൈഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. താങ്ക് യു സോ മച്ച്.